بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد. മാന്യ ശ്രോതാക്കൾക്ക് ഈദ് മുബാറക്. പരിശുദ്ധ റമളാനിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് കനിഞ്ഞരുളിയ 2 ദിവസങ്ങളിൽ ഒന്ന് ചെറിയ പെരുന്നാൾ. അതിൻ്റെ ഏറ്റവും സുന്ദരമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈയൊരു സന്ദർഭത്തിൽ കൊച്ചുകൂട്ടുകാരുടെ പാട്ടും പ്രസംഗവും സംഭാഷണങ്ങളും എല്ലാമായിട്ട് പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു. സ്റ്റാർ ക്വസ്റ്റിലൂടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുമായിട്ട് ഇന്നും ഈ ഒരു പുതിയ എപ്പിസോഡിൽ ഞാൻ ജൗഹർ ഒഴുകൂർ, ഞാൻ അമീൻ അഹമ്മദ് മങ്കട. യെസ്, ആരാണ് അമീൻ അഹമ്മദ്? നമ്മളോടൊപ്പം ആദ്യമായിട്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ആരാണ്? ആയിഷ കെ വി ആണ് ചേരുന്നത്. ഒരു മലയാള ഗാനമാണല്ലേ. മുണ്ടോളി LP സ്കൂളിൽ നിന്നും 3ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് ആയിഷ കെ വി. യെസ്, അപ്പോൾ നമുക്ക് ആ ഒരു സോങ് കേട്ടിട്ട് തിരിച്ചു വരാം. ഇൻഷാ അല്ലാഹ്. അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള എമ്പത്തരുണിയാൽ പൂമുത്ത് ഹജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂതൂനാരി ഹജറ അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള എമ്പത്തരുണിയാൽ പൂമുത്ത് ഹജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂതൂനാരി ഹജറ സമ്പൂർണ്ണതീനിൽ തിളങ്ങു ഹജറ ത്യാഗങ്ങളേറി സഹിച്ചബി ഹജറ ആരം പൂകൈത്തുന്നേ തൂമങ്ക ഹജറ അഹദായ നാഥനെ സ്നേഹിച്ചു ഹജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സഫ മർവ കഥയിലും ബീവി ഹാജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സഫ മർവ കഥയിലും ബീവി ഹാജറ അമ്പിളിച്ചേലുള്ള അമ്പമണമുള്ള ഇമ്പത്തരുണിയ പൂമുത്ത് ഹജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂതൂനാരി ഹജറ കനിമോനിസുമായി. മാഷാ അല്ലാ, നമ്മുടെ ആയിഷ മോളുടെ പാട്ട് ശ്രദ്ധിച്ചല്ലോ അല്ലേ? അതിൽ ഹാജറ ബീവിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം അല്ലേ? ശരിക്കും ഈ പാട്ട് എഴുതുന്ന ആളുകളെ ശരിക്കും നമ്മൾ സമ്മതിക്കണം. കാരണം ഒരു ചരിത്ര സംഭവത്തെ മനോഹരമാക്കി അതിനെ വളച്ച് തിരിച്ച് ഒരു പാട്ടിൻ്റെ രൂപത്തിലേക്ക് മാറ്റി അതിന് നല്ല ഈണം നൽകി അല്ലേ, അങ്ങനെയൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത വലിയൊരു കഴിവാണ്. അപ്പോൾ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ് ശരിക്കും ഇവിടെ ഈ കവി, ഈ പാട്ട് എഴുതിയ ആൾ അല്ലേ. അപ്പോൾ പാടിയതോ ഭയങ്കര ഉഷാറായി. അതെ, ആയിഷമ്മയുടെ വോയിസിൽ അത് കേൾക്കാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര കാര്യമാണ്. അതെ. സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ഇനി ശ്രോതാക്കളുടെ കൂടെ ആരാണുള്ളത്? ഫിൽസ കെ കെ ആണ്. ഫിൽസ കെ കെ അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ ദാറുൽ അൻസാർ വളവന്നൂരിൽ നിന്നും 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഫിൽസ കെ കെ. ഒരു അറബി ഗാനമാണല്ലേ. അപ്പോൾ ആ ഒരു അടിപൊളി സോങ് നമുക്ക് കേട്ടിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇഷ് ഇഷ് ബിൽ ഇഹ്സാനി ശുഫ് ശുഫ് ബിൻതി നാനി ഇഷ് ഇഷ് ബിൽ ഇഹ്സാനി ശുഫ് ശുഫ് ബിൻതി നാനി സ്വാബിർ ബിൽ ഇസ്ആഫി ലാമിഅ ബിശ്ശവാതി صابر بالإسعاف لامع بالشوات إش إش بالإحسان شف شف بنتي ناني إش إش بالإحسان شف شف بنتي ناني صابر بالإسعاف لامع بالشوات صابر بالإسعاف
مع بالشواك هذا نام هناني هذا طلب زماني هذا نام هناني هذا طلب زماني بعدا بعدا حافشيني شدد ردب الإيشاني بعدا بعدا حف الشين شدد ردب الليشاني حيرانا فيلانا حيلانا حيلانا فيلانا قد فال بعد بلادي حيلانا نرى نرى هبا جرى جرى شلفا نرى نرى حبا جرى جرى شلفا نمشي بغير أذى مهمه منا وهباء وهبا منا مراد المروى مروى 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 مروى. മാഷാ അല്ലാ, നമ്മുടെ ഫിൽസ കെയുടെ ഒരു കിടിലൻ അറബി ഗാനം. ഈ അറബി ഗാനത്തിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ മത്സരവേദികളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചില പാട്ടുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പാട്ടാണ് ഈ ഫിൽസ മോളെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഈ മത്സരവേദികളിലുള്ള പാട്ടുകൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, അതിന് ഒരു സ്ഥലത്ത് ഒരു ടൂണാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വേറെ ടൂണായിരിക്കും, പിന്നെ അങ്ങനെ മാറി മാറി വരുന്ന ടൂണുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനാണ് കൂടുതൽ മാർക്ക് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ചാണ് പാട്ടുകൾ ആളുകൾ സെറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കിടിലൻ പാട്ടാണ് നമുക്ക് ഫിൽസ മോള് പാടി തന്നിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ് അടുത്തതായിട്ട് നമ്മോടൊപ്പം? അടുത്തത് ഐമ യാസറാണ് നമ്മളിപ്പം ചേരുന്നത്. ഐമ യാസർ 2ാം ക്ലാസ്സുകാരിയാണ്. അതെ, ആലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും നമ്മോടൊപ്പം ഒരു മലയാള ഗാനവുമായിട്ട് ഐമ യാസർ. അസ്സലാമു അലൈക്കും. ഗുണമണിയായ റസൂലുള്ള തനിപ്പകരും ഗുരുനൂറുള്ള ഇഹപര നബിയ ഹബീബുള്ള ഇറയോന്റെ കനിയെ സ്വല്ലല്ല. ഗുണമണിയായ റസൂലുള്ള തനിപ്പകരും ഗുരുനൂറുള്ള ഇഹപര നബിയ ഹബീബുള്ള ഇറയോന്റെ കനിയെ സ്വല്ലല്ല. മർഹബായ നൂറ് ഐനി മർഹബായ ജദൽ ഹുസൈനി മർഹബ മർഹബ നൂറ് മുഹമ്മദ് മർഹബ 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 നൂറ് മുഹമ്മദ് മർഹബ മർഹബ മർഹബ. ഗുണമണിയായ റസൂലുള്ള തനിപ്പകരും ഗുരുനൂറുള്ള ഇഹപര നബിയ ഹബീബുള്ള ഇറയോന്റെ കനിയെ സ്വല്ലല്ല. പതിമക്കത്തുതുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദിരല്ലേ പരിമള സുഗന്ധ പുങ്കാവല്ലേ പെരിയോന്റെ പുതുസില മയിലല്ലേ. പതിമക്കത്തുതുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദിരല്ലേ പരിമള സുഗന്ധ പുങ്കാവല്ലേ പെരിയോന്റെ പുതുസില മയിലല്ലേ. മർഹബായ നൂറ് ഐനി മർഹബായ ജദൽ ഹുസൈനി മർഹബ മർഹബ നൂറ് മുഹമ്മദ് മർഹബ 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 നൂറ് മുഹമ്മദ് മർഹബ മർഹബ മർഹബ. മാഷാ അല്ലാ, ഐമ യാസറിൻ്റെ ഒരു മനോഹരമായ മലയാള ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. 2ാം ക്ലാസ്സുകാരിയാണ്, കൊച്ചുകൂട്ടുകാരിയാണ്. അതിൻ്റെ ഒരു രസം ഈ ഒരു പാട്ടിൽ നമുക്ക് ശ്രവിക്കാൻ പറ്റും. ആരാണ് അടുത്തതായിട്ട് നമ്മോടൊപ്പം ഷാർക്കോസിലുള്ളത്? അടുത്തതായി അസ്ജിദ് ജൗഹറാണ്. ഹംദ ജൗഹറാണ്. യെസ്, ഹംദ ജൗഹർ. എൻ്റെ പേരും ജൗഹറാണ്. അപ്പോൾ നിങ്ങളുടെ മകളായിരിക്കും. അതെ, എൻ്റെ മോളാണ് അടുത്തതായിട്ട് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇതിന് കമൻറ്റ് ഞാൻ പറയുന്നില്ല, ശ്രോതാക്കൾ പറയട്ടെ. ഇൻഷാ അല്ലാ. ഓക്കെ, നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട് തീട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം
പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. കടലിൻ നടുവിൽ പിടയുന്ന മനുജന് കാവൽ നൽകിടും അല്ലാഹു. കടലിൻ നടുവിൽ പിടയുന്ന മനുജന് കാവൽ നൽകിടും അല്ലാഹു. കരയിൽ നേരിടും ദുരിതങ്ങളെല്ലാം ദൂരെയകറ്റിടും അല്ലാഹു. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട് തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. എങ്ങോ മരിച്ച് പോയവരോട് മണ്ണോട് മണ്ണായ പുണ്യാളരോട് എങ്ങോ മരിച്ച് പോയവരോട് മണ്ണോട് മണ്ണായ പുണ്യാളരോട് എന്തിനു തേടണം സങ്കടമോതാൻ ഓതിയാൽ അതുകൊണ്ട് എന്ത് ഗുണം. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട് തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. കാരുണ്യമേറിയോരല്ലാഹുവേ കാളും ആരുണ്ട് നമ്മോട് കരുണ ചൊരിയാൻ. കാരുണ്യമേറിയോരല്ലാഹുവേ കാളും ആരുണ്ട് നമ്മോട് കരുണ ചൊരിയാൻ. എല്ലാം അറിഞ്ഞിടും എല്ലാം അറിയിച്ചിടും അല്ലാഹു പോരി സഹായങ്ങൾ നൽകാൻ. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട് തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. മാഷാ അല്ലാ, അടിപൊളിയാക്കിയിട്ടുണ്ട്. അതെ അതെ, GLPS പറവൂരിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹംദ. മലയാള ഗാനമാണ് അല്ലേ? പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോട് മാത്രം എന്നുള്ള മനോഹരമായിട്ട്. ഉപ്പയെ പോലെ നല്ലൊരു പാട്ടുകാരിയാണ് മകളും എന്ന് പറയാം. ഉപ്പയെ പോലെ എന്ന് പറയണ, ഉപ്പ നല്ല പാട്ടുകാരനൊന്നും അല്ല. പല പാട്ട് ഞാൻ ചില സമയത്ത് കേട്ടിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ പാട്ടുകൾ കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അടുത്തതാരാണ് സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ഉള്ളത്? അടുത്തതായി അസ്ജിദ് ജൗഹറാണ്. അസ്ജിദ് ജൗഹർ എൻ്റെ രണ്ടാമത്തെ മോനാണ്. ഒരു മലയാള പോയമാണ്, ഒരു ചെറിയ കുട്ടി കവിതയാണ്. GLPS പറവൂരിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അസ്ജിദ്. നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. പൂമ്പാറ്റകളെ സൃഷ്ടിച്ചു, പൂക്കളെ എങ്ങും സൃഷ്ടിച്ചു, പൂവിൽ തേനും സൃഷ്ടിച്ചു. അവനാണല്ലാഹു. പശു ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, പശുക്കിടാവിനു ദാഹിച്ചു,
കുഞ്ഞിനു പാലും സൃഷ്ടിച്ചു. അവനാണല്ലാഹു. വെയിലിൽ ഭൂമി വരണ്ടപ്പോൾ, വെള്ളം തീർന്നു വലഞ്ഞപ്പോൾ, മഴ പെയ്ച്ചവനാരാണ്? അവനാണല്ലാഹു. മാഷാ അല്ലാ, നല്ല അടിപൊളി പോയമാണ്. അതെ, ഞാനൊക്കെ 1ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുമ്പോഴേ നമ്മൾ പഠിച്ചൊരു പാട്ടാണിത്. അതെ, അതിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. അതെ. അപ്പോൾ 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ KG വിദ്യാർത്ഥികളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ചില പാട്ടുകളിൽ പെട്ട ഒരു പാട്ടാണ് ഈ ഒരു ഗാനം എന്നുള്ളത്. അപ്പോൾ രണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള പാട്ടുകളാണ് നമുക്ക് ഈ ഒരു സമയത്ത് കേൾക്കാൻ സാധിച്ചത്. ശവ്വാൽ അമ്പിളി പെരുന്നാൾ ദിന പ്രത്യേക സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം മുന്നോട്ട് തന്നെ നീങ്ങുന്നു. ആരാണ് നമ്മോടൊപ്പം അടുത്തതായിട്ടുള്ളത്? അടുത്തത് അമീൻ ബിൻ ഹംസയാണ്. അമീൻ ബിൻ ഹംസ 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്. ഒരു മലയാള ഗാനമാണ്. നമുക്കതൊന്ന് കേൾക്കാൻ ഇൻഷാ അല്ലാഹ്. തെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായി കൂട്ടം. മരിച്ചത് ഞാനല്ല, നീയാണ് മുസ്ലിമേ. ഫാസിത്ത് തടവറയിൽ അടിമയിൽ എന്നു തീരും ഈ കണ്ണുനീരിൻ മോചനമേടുന്നില്ലേ. ഫലസ്തീൻ ചിരിയെന്നത് കാണാക്കിനാവല്ല, അറബി പൊൻവിളയും കാലം വരുന്നുണ്ട് തക്കുവ കൊണ്ട്. ഏടിടുവിൽ ഫാസിസം കരയുമെന്ന്, കാതാ തെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായി കൂട്ടം. മാഷാ അല്ലാഹ്, നമ്മുടെ സന്തോഷ ദിനമാണെങ്കിലും നമ്മൾക്ക് ചെറിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഗാനമാണ് ഈ ഒരു പാട്ട്. ഗസയിലെ കൊച്ചുകുട്ടികൾ, അവിടെ മരിച്ചു വീണ അനേകായിരം മനുഷ്യന്മാർ, അവരുടെയൊക്കെ ഒരു പ്രയാസം ഉൾക്കൊള്ളുന്ന പാട്ടാണ് നമ്മുടെ അമീൻ ബിൻ ഹംസ ഈ ഒരു സമയത്ത് നമ്മളെ സൂചിപ്പിച്ചത്. അയ്യലത്ത് UP സ്കൂൾ, ഗവൺമെൻറ്റിലെ UP സ്കൂളിലെ ചിറക്കര, അവിടെ നിന്നാണ് ഈ ഒരു കൊച്ചു കൂട്ടുകാരൻ നമ്മോടൊപ്പം ഈ ഒരു പാട്ടുമായിട്ട് ചേർന്നിട്ടുള്ളത്. പെരുന്നാൾ സുദിനത്തിലും നമ്മൾ അവരെ മറക്കാൻ പാടില്ല എന്ന സന്ദേശം കൂടെ അമീൻ നമ്മൾക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥന അനിവാര്യമാണ് അല്ലേ? അതെ. ഏതായിരുന്നാലും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് രസകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെരുന്നാൾ സുദിനത്തിൽ തൊട്ടടുത്തതായിട്ട് നമ്മോടൊപ്പം ആരാണ്? ഹാദിയ ബിൻത് ഉനൈസ് ആണ്. അതെ, GLPS ഉടുമ്പന്നൂർ GLPSൽ നിന്നും UKGയിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് ഹാദിയ ബിൻത് ഉനൈസ്. മലയാള ഗാനമാണ്. അതെ, നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. കടലിൻ നടുവിൽ പിടയുന്ന മനുഷ്യര് കാവൽ നൽകിടും അല്ലാഹു. കരയിൽ നേരിടും ദുരിതങ്ങളെല്ലാം ദൂരെ അകത്തിടും അല്ലാഹു. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. എന്നോ മരിച്ച് പോയവരോട്, മണ്ണോട് മണ്ണായ പുണ്യാളനോട് എന്തിനു തേടണം സങ്കടമോതാൻ
ഓതിയാലത് കൊണ്ട് എന്ത് ഗുണം? തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. കാരുണ്യമേറിയൊരല്ലാഹുവെ കാണാൻ ആരുണ്ട് നമ്മോട് കരുണ ചൊരിയാൻ? എല്ലാം അറിഞ്ഞിടും എല്ലാം വലിച്ചിടും അല്ലാഹു പോലെ സഹായങ്ങൾ നൽകുവാൻ. ഞങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. മാഷാ അല്ലാ. ഹാദിയ ബിൻത്ത് ഉനൈസ് UKG കൂട്ടുകാരിയാണ്. വളരെ മനോഹരമായിട്ട് അള്ളാഹുവിനോടുള്ള തേട്ടങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് തന്നെ ആവണം എന്നുള്ള മഹത്തരമായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ഗാനമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മാഷാ അല്ലാ, അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു അല്ലേ? അതെ. ചൊവ്വാൽ അമ്പിളി പ്രത്യേക പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് തന്നെയാണ്. ഒരു ഇസ്ലാമിക ഗാനവുമായിട്ട് ഒരു 3 വയസ്സുകാരൻ കൊച്ചു കൂട്ടുകാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആരാണത്? ആഹിൽ പി ആണ്. അതെ, അവൻ്റെ ഒരു മനോഹരമായ ഇസ്ലാമിക ഗാനം നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാ. ഉണ്ടസകെ ഒരു കുലമൊന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടുപ്പിയെ കൈബിലുരാശ മുന്തേ തിന്നിടുവാൻ. അങ്ങാറെ ഇന്നരയില്ലേ അങ്ങേ നാട്ടിലെ രാജാവല്ലേ? അങ്ങ് വരും നാരണയില്ല രാജകനായെന്നോ പാസകേ നന്നായൊരു ഞാനീ നാട്ടിലെ നിരയെന്ന് എന്നാലും എൻ്റേതായ ദേഹമില്ല പ്രിയേ. ഉമബിൽ ദുസീസും സഗതന്നിയ ഫാത്തിമ തമ്മിൽ ഉണ്ടായ സന്തോഷണമായി ഒന്നിട കേട്ടിടുവിൻ. മാഷാ അല്ലാ, നല്ല അടിപൊളി ഗാനമായിരുന്നു പാടിയിട്ടുള്ളത്. അതെ, ഒരു ചെറിയ കൂട്ടുകാരി, നല്ല എന്താ കേട്ടിരിക്കാൻ നല്ല മധുരമാർന്ന ഉണ്ടു സഖി എന്നുള്ള തുടങ്ങുന്ന നല്ല അടിപൊളി ഗാനം ഉഷാറാക്കിയിട്ടുണ്ട് അല്ലേ? അതെ. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിൻ്റെ മനോഹരമായ ഒരു ചരിത്ര സംഭവം അത് നമ്മുടെ ആഹിലിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റി. നല്ല രസകരമായ നല്ല വോയിസിൽ നമ്മൾ കേട്ടു. അപ്പം 3 വയസ്സുകാരനാണ്. അതിൻ്റെ ഒരു കുട്ടിത്തം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു പ്രത്യേക ദിനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കനിഞ്ഞരുളിയ 2 ആഘോഷ രാവുകളാണ് ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും. ശവ്വാൽ മാസം അതിൻ്റെ ആകാശത്തൊതിച്ചുയർന്ന് നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്റ്റാർ ക്വസ്റ്റുകൾ തലേ ദിവസം രാത്രി തന്നെ ആരംഭിച്ച് ഈ ഒരു സമയത്ത് എത്തി നിൽക്കുമ്പോൾ ഒട്ടനേകം വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം ചേർന്നിട്ടുള്ളത്. ഇതൊരു അവസരമാണ്. പീസ് റേഡിയോ ശരിക്കും ഒരു സ്റ്റുഡിയോ റെക്കോർഡിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള കുട്ടികൾക്കും റേഡിയോയുടെ ഭാഗമാകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന്. നേരത്തെ ഒരു എപ്പിസോഡിൽ ദുബായിൽ നിന്നും ഒരു കുട്ടി നമ്മോടൊപ്പം ചേർന്നിരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ എപ്പിസോഡിൽ ലോകത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ നിന്നുള്ള കുട്ടികൾ, പല സ്കൂളുകളിലായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാത്രമല്ല തീർത്തും ഇസ്ലാമികപരമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മുടെ ഇതിലൂടെ. അതെ 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 പ്രത്യേകിച്ച് ഒരു സ്കൂളിലൊക്കെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ഉണ്ടാവും. അതിൽ ഒരുപാട് അനിസ്ലാമികങ്ങളും എന്നാൽ ഇടയ്ക്കൊക്കെ ചില അറബി പ്രോഗ്രാമുകൾ ഉണ്ടാകുമെന്നതിലപ്പുറത്ത്
വേറെ ഒന്നും ഉണ്ടാവാറില്ല. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് തീർത്തും ഇസ്ലാമികമായ കാര്യങ്ങൾ, നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, പ്രസംഗമാവട്ടെ, പാട്ടാവട്ടെ, സംഭാഷണങ്ങളാവട്ടെ, നേരത്തെ അവതരിപ്പിച്ചതുപോലെയുള്ള നല്ല നല്ല വോയിസ് എമിറ്റേറ്റിംഗ് ആവട്ടെ, ഇതൊക്കെ നമുക്ക് പീസ് റേഡിയോയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ മക്കളുടെ കഴിവുകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ഒരു അവസരമായിട്ട് എല്ലാവരും ഇനിയുള്ള സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശവ്വാലമ്പിളി സ്റ്റാർ ക്വസ്റ്റ് ഇതിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.